എടി ഷഫീന ബീവി, നീ കുറേ നാളായി തുടങ്ങിയിട്ട് എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, തെളിയിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാൽ മതി. നിന്റെ ചെലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, കല്ലറയിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA ടെസ്റ്റ് എടുത്തിട്ട് നീ വാചകം അടിച്ചാൽ മതി. നിന്റെ ചെലവ് എനിക്കും ഇതിനെ തെളിയിക്കണോടി. നീ തന്നെ തെളിയിച്ചോ. നീ ഒരു കാര്യം ചെയ്യും, നീ ഏതായാലും മരിച്ച ആളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം, കേട്ടോടി കള്ളിത്താത്തെ. എടി ഷഫീന തീർത്താത്ത, നിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. നിന്റെ പുറകിൽ ആരുണ്ടേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. നീ എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ചെയ്ത് കാണിക്കില്ല. നീ കാണിക്കണം. നീ പെണ്ണാണെങ്കിൽ, നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവളാണ്, നീ കാണിക്കണോടി. നീ DNA ടെസ്റ്റ് എടുപ്പിക്കണം, കേട്ടോടി. നിന്റെ ചലഞ്ച് അത് ഞാൻ ഏറ്റെടുത്തു. ആ പേയ്മെന്റ് ഞാൻ തരാം, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നിന്റെ മകന്റെ ടെസ്റ്റിനുള്ളതിന് ഞാൻ ആളെ വിടാം. നിന്റെ തങ്കുവിന്റെ തങ്കുയുടെ കൂടെയുള്ള ആ കഴിവറിയെടുത്ത് പറഞ്ഞുതരാം. റെഡിയായി നിൽക്കാൻ. കൊച്ചിന്റെ DNA ടെസ്റ്റ് അത് നമുക്ക് എടുക്കാം. നീ പറഞ്ഞില്ല, അപ്പൊ ഞാൻ ചെയ്യാം. ആ പേയ്മെന്റ് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നമുക്കത് ചെയ്യാം, നോക്കാമല്ലോ ആണോ അല്ലയോ എന്ന്. കിച്ചുവിന്റെ അടുത്ത് ഞാൻ സംസാരിക്കാം. കിച്ചുവും രണ്ടുപേരുടെ DNA ടെസ്റ്റ് നടത്തിയത് തെളിവെടുക്കട്ടെ. ആ കൂടെ നീ ആ വീട് ഒഴിഞ്ഞു കൊടുക്കും. അവൻ പൊട്ടിക്കരഞ്ഞത് കണ്ടിട്ടുമാണ് ആൾക്കാർ പണം അയച്ചു തന്നത്. അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കാനായിട്ട് ദേവ് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നിനക്ക് വന്ന പണം എത്ര, ചെലവ് എത്ര, ബാക്കി എത്ര, ഇത് നീ പറ. അത് ചോദിക്കാൻ നീ ആരാന്ന് വെച്ചാ നിന്റെ തങ്കു വിയർത്തൊഴുകി ഉണ്ടാക്കിയ പൈസയല്ലടി, നാട്ടുകാരെ പൈസയാ. അത് നീ കറക്റ്റ് കണക്ക് വെക്കണം. കണക്ക് ചെയ്യടി. നീ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നീ സ്നേഹിച്ചിരുന്നെങ്കിൽ അയാൾ ആഗ്രഹിച്ച പ്രകാരം അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മം പ്രോപ്പറായിട്ട് നടത്തും. അദ്ദേഹം ജനിക്കാത്ത ഒരു മതത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് നീ ഈ ലവ് ക്രൂസൈഡ് ചെയ്യാതെ അദ്ദേഹം ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടു. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും ഹിന്ദുവായിട്ട് അവിടെ നിലകൊള്ളുന്നത്. അവരുടെ അച്ഛനും ഒക്കെ ഹിന്ദുക്കളാ. അവർക്ക് അവരുടേതായ ചടങ്ങുകളുണ്ട്. അങ്ങനെ ചെയ്താലേ ആത്മാവിന് മോശം കിട്ടുള്ളൂ. നീ അത് ചെയ്യാൻ നോക്കും.